ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ പുഡിങ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും കട്ട് ചെയ്തിട്ട് ഇതിനകത്തു നിന്നുള്ള ഫ്ലഷ് എടുക്കാം. നമ്മളിത് തയ്യാറാക്കുന്നത് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ചൈന ഗ്രാസ് വെച്ചിട്ടുള്ള പുഡിങ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കുറച്ച് പേര് പറഞ്ഞു ചൈന ഗ്രാസ് വെച്ച് നമ്മൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അത് അതിൻ്റെ കറക്റ്റ് ചൂട് ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം, അപ്പോൾ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തേഡിൽ ഉള്ള പുഡിങ് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ചൈന ഗ്രാസ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണവർക്ക് ആ ഒരു വീഡിയോ കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലഷ് എല്ലാതും ഒരു ബൗളിലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിത് അതായത് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് മിക്സിയിലിട്ട് അടിക്കുകയൊന്നും ചെയ്തിട്ട് അപ്പോൾ ഇത് ഒരുപാട് കൂടെ അരഞ്ഞു പോകും. ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പുളിക്ക് അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാം. ചില പാഷൻ ഫ്രൂട്ടിന് ഭയങ്കര പുളിയായിരിക്കും, അപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ വേണ്ടി വരും കേട്ടോ. ഇത് അത്രയ്ക്ക് പുളിയില്ല, എന്നാൽ ഭയങ്കര മധുരമല്ല, ഒരു മീഡിയം രീതിയിലുള്ളൊരു പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇത്രയും പഞ്ചസാരയൊക്കെ ഇട്ടെടുത്ത് ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൗവിൽ വയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/3 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വരെയൊക്കെ പഞ്ചസാര ചേർക്കാം കേട്ടോ. നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാം. ഞാനിവിടെ 1/3 കപ്പാണ് എടുത്തിട്ടുള്ളൂ, അതായത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നീട് ഇതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ കോൺഫ്ലോറൊക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം സ്റ്റൗവിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്, ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ അയച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലിട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് ഇത് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുത്തേച്ചാൽ മതി കേട്ടോ. കുറച്ച് സമയത്തേക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് കുറച്ചൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 3/4 കപ്പൊക്കെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ആദ്യം ഒരു 1/4 കപ്പ് നമ്മൾ ആദ്യം ചേർത്തായിരുന്നു, പിന്നെ ഇതും ഇപ്പോൾ ഒരു 1/2 കപ്പും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഇനി ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചെറിയൊരു പുളിയുണ്ട്, അതുപോലെ മധുരമൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് കുറച്ചൊരു വാനില എസൻസ് നമ്മൾ ആ ഒരു പാലിൽ മിക്സിലിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും ഇത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻ.